Hi dear friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ക്ലീനിങ് വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സോപ്പോ ലിക്വിഡോ സോപ്പ് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു പുളി വെച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഇതിനെ ഇരുമ്പമ്പുളി ഓർക്കാപ്പുളി എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുകയെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് പല നാട്ടിൽ പല പേരുകളാണുള്ളത്. അപ്പോൾ ഞാനിതാ കുറച്ച് ഇരുമ്പമ്പുളി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് കഷ്ണാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനായിട്ടാണ് ഞാനിതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇരുമ്പമ്പുളി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാനിതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കുക്കറാണ്. ഇപ്പോൾ കുക്കറിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ നല്ലപോലെ കറ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഇരുമ്പമ്പുളി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഈ കറുള്ള ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സോപ്പോ ലിക്വിഡൊന്നും ഉപയോഗിച്ചിട്ടൊന്നും പോവാത്തൊരു കറയാണിത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇരുമ്പമ്പുളി ഒന്ന് തേച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായി വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ റെസ്റ്റ് ചെയ്യാനായി വെക്കണം. ആ സമയം കൊണ്ട് ഞാനിവിടെ ഈ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുമ്പമ്പുളി അരച്ചത് സിങ്കിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒരു സ്പോഞ്ചോ സ്ക്രബ്ബറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കൊടുക്കാം. അപ്പോൾ സിങ്കിലുണ്ടാവുന്ന ഒരു ബാഡ് സ്മെല്ലും ഒക്കെ പോയിട്ട് സിങ്ക് നല്ല ക്ലീനായിട്ട് തന്നെ വെട്ടിത്തിളങ്ങും. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് കളയണ ഒരു സാധനമാണ് ഇരുമ്പമ്പുളി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതുപോലെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സാധനം തന്നെയാണത്. നമുക്ക് വേറെ സോപ്പോ ഡിറ്റർജൻറ്റോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം അതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സിങ്കിനൊക്കെ നല്ലൊരു തിളക്കം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കിച്ചൺ സിങ്കൊക്കെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്കർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ കറൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കുക്കറിൻ്റെ അടിഭാഗത്തുള്ള കറയൊക്കെ പോയിട്ട് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു എഴുത്തിൻ്റെ ഉള്ളിൽ കുറച്ച് കറ കൂടി ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി ഇതുപോലെ ഈ ഒരു മിക്സ് തേച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ഉരച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി അടുത്തത് ഞാനിവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് അത് ഗ്യാസ് സ്റ്റവ് ആണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനിതുപോലെ ഈ ഒരു മിക്സ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സ്റ്റീലിൻ്റെ കപ്പോ ചായക്കറൊക്കെ പിടിച്ചത് ഈ ഒരു മിക്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഫൈബറിൻ്റെ പ്ലേറ്റിൻ്റെ അടിയിലൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു കറുത്ത കളർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു മിക്സ് കുറച്ച് സമയം ഒന്ന് തേച്ച് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം ഞാനിതാ സ്റ്റവിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു തുണി നനച്ചെടുത്തിട്ട് അതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ വേറെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്നും ഉരച്ച് കൊടുത്തിട്ടില്ല, വേറെ സോപ്പോ ലിക്വിഡോ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇത് നന്നായിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഗ്യാസ് സ്റ്റവ് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു തിളക്കം കിട്ടിയിട്ട് പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനിത് വെച്ചിട്ട് ഇതാ വാഷ് ബേസിനാണ് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ വാഷ് ബേസിൻ്റെ മെതാഭാഗത്തും ഞാൻ ഈ ഒരു മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ചിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാത്തത്. ഇപ്പോൾ ഇതാ വാഷ് ബേസിനോ ചളിയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിത് വെച്ചിട്ട് ടൈലാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. ഞാനിവിടെ ബാത്റൂമിലത്തെ ടൈലാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ടാപ്പിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ ചളിയുണ്ട്, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാ ഞാൻ ടൈലിൽ ഇതുപോലെ ഈ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ ടൈലിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ഉരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എളുപ്പം തന്നെ പോയി കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ടാപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും കറുത്ത കളറ് ഒരു കുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതാ വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ ബാത്റൂമിലെ ടൈലോ ടാപ്പോ അതുപോലെ തന്നെ കിച്ചണിലെ ടൈലും ടാപ്പും ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ വെറുതെ വീട്ടിൽ വേസ്റ്റാക്കി കളയണ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ വീട് മൊത്തം ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു മാറ്റം കണ്ടാൽ മനസ്സിലാവും. ടൈലൊക്കെ നല്ല ക്ലീനായിട്ട് പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടാപ്പും അതെ ചളിയും കറയും ഒക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പമ്പുളി വീട്ടിലുള്ളവരൊക്കെ അതൊന്ന് വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകൾ ഞാൻ ഇതിൻ്റെ മുന്നേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇനിയും ഞാൻ പുതിയ പുതിയ ടിപ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഞാനിതാ ഈ ഒരു ടാപ്പും അതിൻ്റെ ഭാഗത്തുള്ള ആ ടൈലുമേലൊക്കെ കുറച്ച് കറ പിടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ഇതൊന്ന് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹാർപ്പിക്കിനേക്കാളും ഒക്കെ നല്ലൊരു പവറുള്ളൊരു സാധനമാണ് ഇരുമ്പമ്പുളി. അത് വെച്ചിട്ട് നന്നായിട്ട് എന്നൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ മുഴുവൻ ക്ലീനിങ് ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.